അപ്പോൾ നമ്മളുടെ ഈ റോഡും ഹൈവേയും 6 വരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ്: JCB, ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടുമല്ല നമ്മൾ ജനകീയരാവേണ്ടത്. നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം. എന്തുകൊണ്ടാണ് ട്രാക്ടറും JCBയും ഈ റോഡിൽ അനുവദിക്കാത്തത്? എത്രയോ 1000 കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിൽ എത്താൻ വേണ്ടിയാണ്. അതിന്റെ സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും JCBക്കും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ, ഈ ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോ ഒരു സംശയവും വേണ്ട, 6 വരിയല്ല 16 വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിന് ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളെ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും CPIയുടെ പ്രവർത്തകനുമായിരുന്നു. ലോ അക്കാഡമിയുടെ അന്നത്തെ അതായത് അദ്ദേഹം 60s ലോ അക്കാഡമിയിൽ പഠിക്കുകയും മറ്റും ചെയ്തതാണ്. അദ്ദേഹത്തിന് നേരത്തെ മരിച്ചുപോയി. അദ്ദേഹം ജീവിതാവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും എന്നാൽ ആത്മീയതയോടും ഒക്കെ ആഭിമുഖ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ യൂത്ത് ഡിബേറ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന, നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ ആ സംസാരവും ശൈലിയും എല്ലാം തന്നെ മനസ്സിലും കാതിലും എല്ലാം തന്നെ ചിരപ്രതിഷ്ഠ നേടിയ ഒന്നാണ്. സഞ്ചാരം എന്ന ഒറ്റ പരിപാടിയോടുകൂടി തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അഭിമാനകരമായി ഇത്രയും അധികം രാജ്യങ്ങൾ സന്ദർശിക്കുക മാത്രമല്ല ബഹുമാനനായ സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്യുന്നത്. സത്യത്തിൽ പല വിഷയങ്ങളും അല്ലെങ്കിൽ പല സംസ്കാരങ്ങളും പല ജനതയുടെ വികാര വിചാരങ്ങളും എല്ലാം തന്നെ ഒപ്പിയെടുത്ത് അത് നമ്മളിലേക്ക് എത്തിക്കുവാൻ പ്രിയപ്പെട്ട സന്തോഷ് സാർ കാണിക്കുന്ന ആ ജാഗ്രതയും അവതരണ ശൈലിയും ഏറെ സ്വീകാര്യതയാണ്. അതുകൊണ്ട് തന്നെ യുവതയും തൊഴിലും പ്രവാസവും എന്ന ഈ വിഷയത്തിൽ ഏറ്റവും അർഹനായ ഒരു ഉദ്ഘാടകനെ കിട്ടിയതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ ആദരപൂർവ്വം നമ്മുടെ ഈ യൂത്ത് ഡിബേറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന, നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ സജീവമായി വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്ക് മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വിഷയം ആസ്പദമാക്കിക്കൊണ്ട് ഈ യൂത്ത് ഡിബേറ്റിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വറിനെ ഈ യൂത്ത് ഡിബേറ്റിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രതിനിധിയായിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് S. ശരത്, ഒരു മുഖവരയുടെ ആവശ്യമില്ല. ഈ യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട S. ശരത്തിനെ ഏറെ ഹാർദമായി ഈ യൂത്ത് ഡിബേറ്റിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഇത്തരം പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുമ്പോൾ സംഘാടകരുടെ മനസ്സിലുള്ളത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു സഞ്ചാരിയുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിലൂടെ രൂപം കൊണ്ട ആശയങ്ങൾ അത് ഷെയർ ചെയ്യപ്പെടുക എന്നത് തന്നെയാണെന്ന് എനിക്കറിയാം. നമ്മുടെ യുവാക്കളെക്കുറിച്ചും അവരുടെ പ്രവാസത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ ചിന്തകളിൽ ആദ്യം വരുന്നത് ഈ ലോകരാജ്യങ്ങളിലൂടെയുള്ള യാത്രകളിൽ ഞാൻ അവരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടിയ ഓർമ്മകളാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ തെക്കൻ ആഫ്രിക്കയിലെ
3 രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിലായിരുന്നു. അത് സിംബാബ്വെ എന്നൊരു രാജ്യം, തൊട്ടടുത്തുള്ള ബോട്സ്വാന എന്ന രാജ്യം, പിന്നെ അവിടെ നിന്ന് നമീബിയ എന്നൊരു രാജ്യം. സത്യത്തിൽ നമ്മൾ കേരളത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ആലപ്പുഴയിലിരിക്കുമ്പോൾ ഈ ബോട്സ്വാന, നമീബിയ, സിംബാബ്വെ ഈ പേരുകളും ആ നാടും അതിനെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും ഇൻ്റർനെറ്റിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുള്ള വീഡിയോയും ഒക്കെ ആയിട്ട് ഒരിക്കലും ഒരു മലയാളി സാന്നിധ്യത്തെ കണക്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ഞാനും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ അധികം മലയാളികളെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു ആവശ്യവും എനിക്കുണ്ടായില്ല. ഞാൻ സഞ്ചാരം എന്ന പേരിൽ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർക്ക്, സഫാരി ടി വിയുടെ വ്യൂവേഴ്സിന് കുറേ കാലമായുള്ള ഒരാഗ്രഹം ഈ അടുത്ത കാലത്ത് സഫലമാക്കുന്ന ചില പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ 1 വർഷമായി അത്. എൻ്റെ പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. കുറേയേറെ ആളുകൾ നിങ്ങൾ ഈ ടി വിയിൽ, സ്ക്രീനിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഞങ്ങളെ ഈ ലോകം കാണിക്കുന്നതോടൊപ്പം ഞങ്ങളെ കുറച്ചു പേരെയെങ്കിലും ഈ യഥാർത്ഥ ലോകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോയി കൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ സഞ്ചാര എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഒരു 10-30 ആളുകളെ ചേർത്ത് എല്ലാ മാസവും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക്, ചിലപ്പോൾ 1-ൽ കൂടുതൽ രാജ്യങ്ങളിലേക്കൊക്കെ യാത്രകൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു 38 പേരുടെ ഒരു സംഘവുമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലേക്ക് പോയത്. അവിടെ നമുക്ക് വേണ്ടി ഈ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്ന കമ്പനികളുണ്ട്, നമുക്ക് പാർട്ട്നേഴ്സുണ്ട്, ഈ 3 രാജ്യങ്ങളിലുമുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഈ സംഘം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകും. ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയില്ല, തിരിച്ച് ഞാൻ പോകുന്നു. എനിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെന്നിറങ്ങുമ്പോൾ നമുക്കവിടെ ഒരു വലിയൊരു പ്രസ്ഥാനം നമ്മളുടെ ഈ ഗ്രൂപ്പിനെ കൊണ്ടു നടക്കാനും അവരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ യാത്രയ്ക്ക് മുമ്പ് അന്വേഷിച്ചുമില്ല അവിടെ മലയാളികൾ അധികം ഉണ്ടോ എന്ന്. പക്ഷേ ഞാൻ ഈ സിംബാബ്വേയിൽ ചെന്നിറങ്ങി ഉടൻ തന്നെ എനിക്ക് വരുന്ന ഒരു ഫോൺ കോള് ഒരു മലയാളിയുടേതാണ്. എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ വിക്ടോറിയ ഫോൾസ് സിറ്റിയിലാണ്. നാളെ എവിടെ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ചില കാഴ്ചകളിലേക്ക് അതിന് രാവിലെ തന്നെ പുറപ്പെടണം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു 1000 കിലോമീറ്റർ അകലെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 2 വർഷം മുമ്പ് നിങ്ങളുടെ തലസ്ഥാനമായ ഹരാരയിൽ വന്നിരുന്നു. അവിടെ വെച്ച് ധാരാളം മലയാളികളെ കണ്ടിരുന്നു, സുഹൃത്തുക്കളുണ്ട്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി വരുന്നുണ്ട്, വരുമ്പോൾ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. സിംബാബ്വേയിൽ മലയാളികൾ ധാരാളമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ധാരാളം എന്ന് പറഞ്ഞാൽ 100-ലേറെ മലയാളികൾ അവിടെയുണ്ട്. പക്ഷേ അവിടെ നിന്ന് പിന്നെ റോഡ് മാർഗം നമ്മൾ 3-ാമത്തെ ദിവസം ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് പോകുന്നത്. സിംബാബ്വെ പിന്നെയും നമുക്കൊക്കെ പരിചിതമാണ്, ബോട്സ്വാന അത്ര പരിചിതമല്ലാത്തൊരു നാട്. അവിടെ ബോർഡറിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇമിഗ്രേഷൻ. ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടക്കുന്നതിന് മുമ്പ് ആ രാജ്യത്ത് നമ്മൾ എക്സിറ്റ് അടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കണം. നടന്നാണ് നമ്മൾ അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് കയറി ചെല്ലുന്നത്. അതിർത്തിയിൽ കയറി ചെന്നാൽ ബോട്സ്വാനയിലേക്ക് കയറുമ്പോൾ സിംബാബ്വേയേക്കാൾ ഭേദപ്പെട്ട ഒരു രാജ്യമെന്നാണ് നമുക്ക് പൊതുവെ ആ സാഹചര്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതിർത്തി കടക്കുന്നേരത്ത് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു പാത്രത്തിൽ, വലിയൊരു പ്ലേറ്റ്, വലിയൊരു തളിക പോലെ ഒരു തളികയ്ക്കകത്ത് എന്തൊക്കെയോ മരുന്ന് കലക്കിയ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കയറി ചവിട്ടിയിട്ട് വേണം ഇറങ്ങിപ്പോകാൻ. കാരണം ഈ സിംബാബ്വെ എന്ന രാജ്യത്ത് നിന്ന് രോഗാണുക്കളൊന്നുമായിട്ട് നിങ്ങൾ അങ്ങ് കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ സ്പെയർ ചെരുപ്പുണ്ടെങ്കിൽ, അവിടെ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ, അമൂല്യ വസ്തുക്കൾ എന്തെങ്കിലും കടത്തുന്നുണ്ടോ, മയക്കുമരുന്ന് കടത്തുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല അവിടെ പരിശോധന. നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ ഇട്ടിരിക്കുന്നതല്ലാതെ വേറെ ചെരുപ്പുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പ്രധാനമായിട്ടും. കാരണം ആ ചെരുപ്പും വെള്ളത്തിൽ മുക്കണം. അപ്പോൾ അവിടെ എമിഗ്രേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് സ്പെയർ ചെരുപ്പുണ്ടെങ്കിൽ അത് എടുത്ത് പുറത്ത് വെച്ചേക്കണം, അതെല്ലാവർക്കും പരിശോധകർക്ക് കാണണം. അപ്പം അങ്ങനെ എക്സ്ട്രാ ചെരുപ്പുള്ളവരൊക്കെ ആ ചെരുപ്പായിട്ട് ഒന്ന് മുക്കി, അല്ലാത്തവർ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് അപ്പുറേ കടന്ന്, പിന്നെ ഹെൽത്ത് പരിശോധന, അത് കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷനിലേക്ക് ചെല്ലുന്നു. അവിടെ നമുക്ക് വിസ ഓൺ അറൈവൽ വേണേൽ കിട്ടും, അല്ലെങ്കിൽ നേരത്തെ ഓൺലൈനായിട്ട് എടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിർത്തി കടക്കുന്നു. ചോബെ എന്ന് പറയുന്ന വലിയൊരു നദിയുണ്ട് അവിടെ. ഈ നദിയുടെ തീരത്താണ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഗംഭീരമായ ഒരു ലോഡ്ജ്,
ലോഡ്ജ് എന്ന് നമ്മളിവിടെ പറയുമ്പോൾ ആലപ്പുഴയിലും കേരളത്തിലുമൊക്കെ ലോഡ്ജ് എന്ന് കേട്ടാൽ നമ്മൾ കരുതുക റിസോർട്ട് ഏറ്റവും മികച്ചതൊന്ന്, അതിന് താഴേക്ക് ഹോട്ടലുകൾ എന്ന് വേണേൽ പറയാം, പിന്നെയും താഴെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്കോ സാധാരണക്കാർക്കോ ഒക്കെ പോയാൽ ഒരു രാത്രി താമസിക്കാനുള്ള സ്ഥലത്തിനാണ് ലോഡ്ജ് എന്ന് പറയുന്നത്. പക്ഷേ ആഫ്രിക്കയിൽ സഫാരി ലോഡ്ജുകൾ അല്ലെങ്കിൽ ജംഗിൾ ലോഡ്ജുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് സായിപ്പ് വേട്ടയ്ക്ക് വരുന്ന സായിപ്പുമാര് പാശ്ചാത്യര് ഈ വന്യമൃഗ ഇത്തരം വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയത്തില്ല, വനം തന്നെയാണത്, അവിടെ അവർക്ക് താമസിക്കാൻ വേണ്ടി ഏറ്റവും പ്രകൃതിയോട് ഇണങ്ങുന്ന മട്ടിൽ പുല്ലുമേഞ്ഞ് അല്ലെങ്കിൽ ഓലമേഞ്ഞ് മരത്തടികൾ കൊണ്ട് ഒരു പ്രാകൃതമായ അവസ്ഥയിൽ രൂപപ്പെടുത്തിയിരുന്ന, അങ്ങനെയാണ് അതിന് ലോഡ്ജ് എന്ന് പേര് വന്നത്. പക്ഷേ ഇന്ന് ഈ ലോഡ്ജുകളെല്ലാം 7 സ്റ്റാർ 5 സ്റ്റാറിന് മുകളിൽ നിലവാരമുള്ള അതിഗംഭീരമായ ഫെസിലിറ്റികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോഡ്ജിലാണ് ഒരു 10-50 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന അതിമനോഹരമായ ഈ ചോബേ നദിയുടെ തീരത്തുള്ള ഒരു ലോഡ്ജിലാണ് താമസമെല്ലാം ഒരുക്കിയിരുന്നത്. ഞങ്ങളവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ ചോബേ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തി. ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിൽ അങ്ങ് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ 2 കരയിലും വനമാണ്. വനമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേതുപോലെ നിബിഡമായ ഒരു വനമല്ല ആഫ്രിക്കൻ വനങ്ങളൊക്കെ. അവിടെ ചെറിയ മരങ്ങളാണ്, അതിൽ പലതിലും അധികം ഇലകയില്ല, പുൽമേടുകളാണ് കൂടുതൽ സ്ഥലത്ത്. മൈതാനക്കാടെന്ന് വേണേൽ പറയാം, വിശാലമായി പരന്ന് കിടക്കുകയാണ്. അപ്പം നമുക്ക് മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. നമ്മളങ്ങ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഒരു 100-120 ആഫ്രിക്കൻ കാട്ടാനകൾ ഇങ്ങനെ ഒന്നിച്ച് മേഞ്ഞു നടക്കുകയും അവർ കളിക്കുകയും ചിലർ നീന്തുകയും ചില വെള്ളത്തിൽ കിടന്ന് ഗുസ്തി കൂടുകയൊക്കെ ചെയ്യുന്ന കാഴ്ച. കണ്ടാമൃഗങ്ങളുടെ വലിയ കൂട്ടങ്ങൾ, മുതലകളുടെ ഘോഷയാത്ര, മാനുകൾ, ഇങ്ങനെ ആയിരക്കണക്കിന് മൃഗങ്ങളുടെ ഒരു 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 കാഴ്ചയിലൂടെയാണ് നമ്മൾ ഈ നദിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ രസകരമായ യാത്രയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് ഇവിടെ വരുമ്പോൾ ഒരാൾ ഈ ചോബേ എന്ന് പറയുന്നത് ബോട്സ്വാനയുടെ ഒരു മൂലയാണ്. വളരെ റിമോട്ടായ അവരുടെ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഏതാണ്ട് 1000-ലേറെ കിലോമീറ്റർ അകലെയുള്ള വളരെ വിജനമായ, അവിടെ ചില ഗോത്രഗ്രാമങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാത്ത, ടൂറിസ്റ്റുകൾ അവിടേക്ക് വരുന്നത് ആകപ്പാടെ ഈ പറഞ്ഞ ബോട്ടിൽ കയറി ഈ വനത്തിലെ ഈ അനുഭവങ്ങൾ തേടി വരുന്ന സ്ഥലം മാത്രമാണ്. ഞങ്ങൾ ഈ യാത്രയെല്ലാം കഴിഞ്ഞ് അവിടെ വൈകുന്നേരം റിസപ്ഷനിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ ഒരു മലയാളി കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി എന്നാണ്. അദ്ദേഹം ഈ ചോബയിലെ ആകപ്പാടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജരാണ്. അദ്ദേഹം ഞങ്ങളിവിടെ വന്നിരിക്കുന്നു എന്ന് ഈ ലോഡ്ജിലെ ആരോ പറഞ്ഞറിഞ്ഞ് അദ്ദേഹം അവിടെ ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആഫ്രിക്കയുടെ ഏറ്റവും വിദൂരം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്ത്, ഒരു തലസ്ഥാന നഗരത്തിൽ നിന്ന് 1000-ലേറെ കിലോമീറ്റർ അകലെ, ആ സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ തന്നെ ഏതാനും ദിവസങ്ങൾ യാത്ര ചെയ്ത് വേണം എത്താൻ. ആ ടൂറിസ്റ്റുകൾ മാത്രം എത്തുകയും കുറച്ച് ഗോത്രഗ്രാമങ്ങൾ മാത്രമുള്ളതുമായ ഒരു നഗരത്തിലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജരായി പ്രവർത്തിക്കുന്നത് ഒരു മലയാളി. ഈ മനുഷ്യൻ എന്തിനായിരിക്കാം ഇത്രയും അകലേക്ക്, ഇത്രയും വിദൂരമായൊരു സ്ഥലത്തേക്ക്, ഇത്രയും സാഹസികമായൊരു യാത്ര ചെയ്ത് ഈ ഭൂമിയുടെ ഒരു അതിര് എന്ന് വേണേൽ പറയാവുന്ന ഈ സ്ഥലത്ത് പോയി ജോലി ചെയ്യേണ്ടി വരുന്നത്? വൈകുന്നേരം ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ഈ ചോബേ പോലുള്ള, നിങ്ങൾ മാപ്പെടുത്തിടുന്ന ആഫ്രിക്കയുടെ മാപ്പെടുത്ത് നോക്കി അറിയാം കേരളവും ചോബയായിട്ടുള്ള അകലം എത്രയാണെന്ന് അറിയണമെങ്കിൽ. അവിടെ പോയി ഒരു മനുഷ്യൻ ജീവിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, അവിടെ നിന്നുണ്ടാക്കുന്ന പൈസ നാട്ടിലേക്ക് അയക്കുന്നു. ഇതേപോലെ തന്നെ മംഗോളിയ എന്നൊരു രാജ്യത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. മംഗോളിയ നിങ്ങൾക്കറിയാം ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. ഈ മംഗോളിയയിൽ ഉലാൻ ബാത്താറിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോപി മരുഭൂമി, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗോപി മരുഭൂമി. ഈ ഗോപി മരുഭൂമിയുടെ ഉള്ളിലെ കുറേ ജീവിതം കാണുന്നതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്തു. അവിടെ യുർട്ടുകൾ എന്ന് പറയുന്ന, യുർട്ട് ഹൗസുകൾ എന്ന് പറയും, വട്ടക്കൂടാരങ്ങൾ. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം യുർട്ട് ഹൗസുകൾ. മംഗോളിയൻ നൊമാഡുകളാണ്, നാടോടികളാണ് അവരിൽ ബഹുഭൂരിപക്ഷം പേരും. ഈ ഒലാൻ ബാത്താറൊക്കെ പോലുള്ള പട്ടണങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ആളുകൾ സ്ഥിരമായി വീട് വെച്ച് താമസം തുടങ്ങിയത്, ഒരു പട്ടണം എന്ന രീതിയിൽ വളർന്നു വന്നത്. അതിനു മുമ്പ് ഈ തലസ്ഥാന നഗരത്തിൽ ഉദ്യോഗസ്ഥരും മറ്റ് ആളുകളൊക്കെ ആയിട്ട് കുറേ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ കഷ്ടിച്ചൊരു നൂറ്റാണ്ടായി ആളുകൾ സ്ഥിരതാമസം ഉണ്ടെങ്കിലും ഗ്രാമീണരായ മനുഷ്യരെന്ന് പറയുന്നത് മുഴുവൻ നാടോടികളായ ആളുകളാണ് ആ നാട്ടിൽ. അവരവരുടെ കുതിരയെയും
പശുവിനെയും ആടിനെയും ഒക്കെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. കൂടുതലായും കുതിരകളെയാണ് മേയിക്കുക. നമ്മൾ പശുവിനെ വളർത്തുന്ന പോലെ അവർ കുതിരയാണ് വളർത്തുക. മംഗോളിയക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ജീവി അല്ലെങ്കിൽ മൃഗം എന്ന് പറയുന്നത് കുതിരയാണ്. കുതിരപ്പുറത്ത് ഇവർ സഞ്ചരിക്കും, കുതിരയുടെ മാംസം കഴിക്കും, കുതിരപ്പാല് കുടിക്കും. കുതിരയാണ് നമുക്ക് ഒരു പശു അല്ലെങ്കിൽ ഒരു കാള ഇത് രണ്ടും കൂടെ ചേർന്നാൽ ചെയ്യുന്ന ജോലിയെല്ലാം ചെയ്യുക. അപ്പം കുതിര വളർത്തലാണ് ഇവർ പ്രധാന പരിപാടി. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇത്തരം യുട്ട് ഹൗസുകളുണ്ട്. അവിടെയൊക്കെയാണ് നാടൻ ചായക്കടകൾ, വഴിയോരങ്ങളിലാണ്. റോഡൊക്കെ മണ്ണിപ്പാതകളാണ് ഇപ്പോഴും. അവിടെ യുട്ട് ഹൗസുകളുണ്ടാവും. അവിടെ വിൽക്കുന്ന പ്രധാനമായിട്ടുള്ളത് കുതിരയുടെ മാംസം, കുതിരയുടെ കുടലിനകത്ത് മാംസം നിറച്ച ഒരു പ്രത്യേകതര സോസേജാണ്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഈ സോസേജും കുതിരപ്പാല് പുളിപ്പിച്ച ഒരു തരം മദ്യമുണ്ട്. അത് രണ്ടും അവിടെ കിട്ടുള്ളൂ. കുതിരപ്പാല് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എല്ലായിടത്തും വലിയ ബാരലുകളിൽ. അതിങ്ങനെ വലിയൊരു മഗ് കൊണ്ട് കോരി നമുക്ക് പകർന്നു തരും. അത് കുടിക്കാം. ചെറിയ ലഹരിയുണ്ട്. ലഹരി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ നാടൻ കള്ളിൻ്റെ അതേ രുചിയാണതിന്. കുതിരപ്പാലിൻ്റെ കള്ള്, അതും ഈ സോസേജും. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്തരം ഒരു യുട്ട് ഹൗസിൽ ഇറങ്ങി ഇതൊന്ന് പരീക്ഷിക്കണമെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഒരു യുട്ട് ഹൗസിൽ, വളരെ ഉള്ളിലാണിത്, ഇറങ്ങുന്നു. അവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്യുന്നു. ഇവരുടെ വീട്, കൂടാര വീടിനകത്തെ കാഴ്ചകൾ, അതിനകത്തെ അടുക്കള, അതിനകത്ത് കിടക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ഷൂട്ട് ചെയ്തു. വീണ്ടും വന്ന് ഒരു അല്പം ഈ കുതിരപ്പാലും ഈ സോസേജും കഴിക്കാമെന്ന് തീരുമാനിച്ചു. അത് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് ഉണ്ടെന്ന്. ഞങ്ങൾ ഒന്നിച്ചാണ് ആ യാത്ര നടത്തിയത്. ഞങ്ങളിങ്ങനെ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുക്കളയിരിക്കുന്ന യുട്ടിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നു. അയാൾ അകത്തിരുന്ന് ഈ നാടൻ കുതിരപ്പാല് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഇറങ്ങിയെന്ന് ചോദിച്ചു, മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വരുന്നതാണെന്ന് പറഞ്ഞു. ഒരു ഒന്നാന്തരം മലയാളി അകത്തിരുന്ന് നാടൻ കുതിരക്കള്ള് കുടിച്ച് അങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. പുള്ളി ഏതാനും വർഷങ്ങളായിട്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു, ഒത്തിരി കഥകൾ പറഞ്ഞു. അധികം താമസിയാതെ 2-3 മാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണെന്ന് പറഞ്ഞു. അവിടെ ഏതോ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നതാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും നമ്മൾ സാധാരണഗതിയിൽ ഒരു മലയാളി സഞ്ചരിക്കാത്ത, ഒരു ട്രാവലർ എന്ന നിലയിൽ സഞ്ചരിക്കാത്ത, നമ്മുടെ സ്വപ്നങ്ങളിലൊന്നും കടന്നു വന്നിട്ടില്ലാത്ത, നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകളിലോ ചിന്തകളിലോ പോലും കടന്നു വന്നിട്ടില്ലാത്ത ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഇമെയിൽ വന്നു. നോർത്ത് പോളിലേക്ക്, നോർത്തേൺ സർക്കിളിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണമെന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയുടെ മെസ്സേജാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് രാജ്യത്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോർവേയുടെ ഭാഗമാണ്. നോർവേയിലല്ല ഞാനിപ്പോൾ ഉള്ളത് ഒരു വിദൂര ദ്വീപിലാണ്. ആ ദ്വീപിൽ ഞങ്ങൾ 10 പേര് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഒരു റിസർച്ച് സെൻ്ററിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഈ ദ്വീപ് കൂടെ കഴിഞ്ഞാൽ ഭൂമിയുടെ മറ്റേ സൈഡിലേക്ക് ഇത് പോകും. അത്രയും അറ്റത്ത്, വടക്കേ അറ്റെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അതിരിൽ ഒരു കൊച്ചു ദ്വീപിൽ ജീവിക്കുന്നു. ആകപ്പാടെ 10 പേരുണ്ട്. അതിലൊരാൾ മലയാളിയാണ്. ഇവർ ഗവേഷകരായിട്ട് അവിടെ താമസിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മലയാളി എവിടെയൊക്കെ എത്തിയിരിക്കുന്നു. ഈ എത്തിയിരിക്കുന്നതൊന്നും സഞ്ചാരികളായിട്ടല്ല, സ്ഥലം കാണാൻ പോയതല്ല, ഭക്ഷണം ആസ്വദിക്കാൻ പോയതല്ല, എക്സ്പ്ലോർ ചെയ്യാൻ പോയ സാഹസികരല്ല, ജീവിക്കാൻ വേണ്ടി പോയ സാഹസികർ. അപ്പം നമ്മൾ ചിന്തിക്കും, ലോകത്തിൽ മലയാളി മാത്രമേ ഇത്തരത്തിൽ സാഹസികമായി പോയിട്ടുള്ളൂ. അല്ല, നൂറ്റാണ്ടുകളായി നമ്മൾ മാനവ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പ്രവാസികളായി ജീവിച്ച നിരവധി ജനസമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടും. പക്ഷേ ആധുനിക കാലത്തിലും പ്രവാസികളായി പോകുന്ന ജനസമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അതിൽ വലിയൊരു വിഭാഗം മലയാളികളായിരിക്കും എന്നുള്ളത് വാസ്തവമാണ്. ആധുനിക കാലത്ത് പ്രവാസികളായി മാറേണ്ടി വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ യുവാക്കളാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ചുകൂടെ നമ്മൾ ഇനി പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം. കാരണം വലിയ സ്വപ്നങ്ങൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി, വലിയ ആശയങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ജീവിതത്തെക്കുറിച്ച് ഇന്ത്യയിലെ മറ്റേതൊരു നാട്ടിലുള്ള ആളെക്കാളും സ്വപ്നങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. പക്ഷേ ആ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഇതവിടെ പോരാ എന്ന് വിദ്യാഭ്യാസം കഴിയുന്ന സമയമാകുമ്പോഴേക്കും അവർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിൽ ഒരു പ്രധാന പ്രതി ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 27 കൊല്ലമായിട്ട് ലോകം അങ്ങനെയാണ്, ലോകം ഇങ്ങനെയാണ്, ജപ്പാൻ ഇങ്ങനെയാണ്, സൗദി അറേബ്യ ഇങ്ങനെയാണ് എന്നൊക്കെ മനുഷ്യർക്ക് നമ്മുടെ നാടിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന മറ്റു പല ലോകവും ഞാൻ ആദ്യം കാണിച്ചു തുടങ്ങിയെങ്കിൽ
പിന്നീട് യൂട്യൂബ് പ്രചാരം നേടിയതോടുകൂടി വ്ളോഗേഴ്സ് ആ മേഖലയിലേക്ക് കടന്നു വന്നതോടുകൂടി ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ലോകത്തെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിലൂടെ സഞ്ചരിച്ച അതേ അനുഭവത്തിലൂടെ അവർ യൂട്യൂബിൽ ഈ നാടിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അവിടെയുള്ള ജീവിത സാഹചര്യങ്ങളെ സമാനമായ വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ കിട്ടുന്ന ജീവിത സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഈ IT യുഗത്തിൽ ഈ ടെക്നോളജി അവന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവന്റെ മുമ്പിൽ സാധ്യതകൾ തുറന്നു വരുന്നു. അവൻ ചിന്തിച്ചു തുടങ്ങുന്നു, എന്താണ് ഈ മാറ്റത്തിന്റെ, ഈ ഒരു ഒഴുക്കിന്റെ കാരണം എന്ന് നമ്മൾ വിലയിരുത്തുമ്പം അവിടെയാണ് പോയി എത്തി നിൽക്കുക. ലോകം കാണാനുള്ള സാധ്യതകൾ, ലോകത്തെ അറിയാനുള്ള സാധ്യതകൾ, അതിനുള്ള മാധ്യമങ്ങൾ ഇന്ന് എല്ലാ മനുഷ്യരുടെയും വിരൽത്തുമ്പിൽ എത്തിക്കഴിഞ്ഞൊരു കാലത്ത് ഇനി നമുക്ക് ലോകം എന്ത് എന്ന് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. കുട്ടികള് നഴ്സറി ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പല യുവ മാതാപിതാക്കളും പറയാറുണ്ട്, 3 മാസമോ 4 മാസമോ 5 മാസമോ മുതൽ എൻ്റെ കുഞ്ഞ് അവൻ കരച്ചിൽ നിർത്താൻ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടികളിലൊന്ന് സഞ്ചാരമാണെന്ന്. അതായത് ലോകയാത്ര കണ്ടാൽ കുട്ടികൾ 6 വയസ്സ് മുതൽ ലോകം കണ്ടു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് ചെറുപ്പക്കാർ മാറിയ കുട്ടികൾ മാറിക്കഴിഞ്ഞ ഒരു കാലത്ത് ഇനി നമുക്ക് ലോകത്തിനൊപ്പമുള്ള ചിന്തകൾ ഇവർക്ക് ഷെയർ ചെയ്തല്ലാതെ, ലോകത്തിനൊപ്പമുള്ള സൗകര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചല്ലാതെ, ലോകത്തിനൊപ്പമുള്ള സാധ്യതകൾ അവർക്ക് തുറന്നു കൊടുത്തല്ലാതെ ഈ തലമുറയെ കേരളത്തിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്നും കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. കാരണം ഈ ലോകം സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ്. അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം അവർക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. അപ്പൊ അത്തരമൊരു കാര്യത്തിലേക്ക്, അത്തരമൊരു ലോകത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ ഒഴുകുന്നത് ഈ ഉടനെ ഒന്നും അവസാനിക്കില്ല. അധികം മുന്നിൽ അല്ലെങ്കിൽ കുറച്ച് അകലെയൊന്നും നമ്മൾ ഈ തിരിച്ചൊഴുക്കിനുള്ള ഒരു സാധ്യത കാണുന്നുമില്ല. തിരിച്ചൊഴുക്കുണ്ടാവില്ല എന്നല്ല അതിനർത്ഥം. തീർച്ചയായും തിരിച്ചൊഴുക്കുണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കറിയാം, ഒരു ജലം താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് തിരിച്ചൊഴുകണമെങ്കിൽ താഴ്ന്ന സ്ഥലം ഉയർത്തുക അല്ലെങ്കിൽ ഉയർന്ന സ്ഥലം താഴുക, ഇതല്ലാതെ സാധ്യതയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പുതിയ തലമുറയെ തിരിച്ച് കേരളത്തിലേക്ക് ഒഴുക്കാൻ സാധ്യതകളുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയവും ആയിരിക്കുന്നു. അവിടെ നമ്മൾ ലോക നിലവാരത്തിൽ ചിന്തിക്കുന്ന, ലോക നിലവാരത്തിൽ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന, ലോകത്തിനൊപ്പം പ്രവർത്തിക്കുന്ന, സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുക. പൊതുസമൂഹത്തിന്റെ ആശയങ്ങൾ, ചിന്തകൾ മാറേണ്ടതുണ്ട്. ഒപ്പം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന, അവർക്ക് ആശയങ്ങൾ സംഭാവന ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ അതനുസരിച്ച് ഉന്നതമായ ചിന്തയിലേക്ക്, ആശയങ്ങളിലേക്ക് വളരേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ ഈ ചർച്ചകളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പുതിയ മാറ്റങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തമാശാപൂർവ്വം ഒരു കാര്യം കണ്ടു. നമ്മുടെ 6 വരിയുള്ള ഹൈവേയുടെ പണി നടക്കുകയാണ് ഇതിലൂടെ തന്നെ. നല്ല അതിവേഗത്തിൽ കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ അതിവേഗത്തിൽ മനുഷ്യൻ എത്തേണ്ടതാണ്. ഇതിപ്പോ രാഹുൽ ഈശ്വര ഇപ്പൊ വന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറയുക, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ എത്താൻ അദ്ദേഹം 5 മണിക്കൂറോളം വണ്ടിക്കാത്തിരുന്നു. ഈ ഉച്ചനേരത്താണെന്ന് ഓർക്കണം, രാവിലെ അല്ല വൈകിട്ടുമല്ല. ഞാനും എല്ലാ ദിവസവും ഇത് അനുഭവിക്കുന്ന ഒരാളാണ്. ഈ പല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ നിരവധി പരിപാടികൾക്ക് മിക്കവാറും ദിവസങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അവരോടൊക്കെ ഇപ്പോൾ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാൻ പറയുന്ന എക്സ്ക്യൂസ്, ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് എനിക്ക് അവിടെ എത്താൻ സമയത്തെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. 2 ദിവസം യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി 2 ദിവസം കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. മനുഷ്യന് സമയത്തിന് വിലയുള്ള ഒരു നാട്ടിൽ ഒരു കാലത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രീതിയിൽ വികസിപ്പിക്കുമ്പോൾ, ആ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു നാട്ടിൽ അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പുലർത്തേണ്ട നിയമം കൂടി നമ്മൾ കൊണ്ടുവരണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ നാഗ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് വന്നിരിക്കുന്ന ഒരു എക്സ്പ്രസ് വേയിലൂടെ അടുത്ത കാലത്ത് സഞ്ചരിച്ച് ഞാൻ സഞ്ചാരത്തിൽ അത് കാണിച്ചു. എക്സ്പ്രസ് വേ, ഇന്ത്യയിലെ പണി ഏതാണ്ട് പൂർത്തിയായ ഒരു എക്സ്പ്രസ് വേ ആണത്. ഈ എക്സ്പ്രസ് വേയിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് അത്ഭുതമാണ്. ഈ അത്ഭുതം എന്ന് പറയുന്നത് റോഡിന്റെ മിനുസമല്ല, അതിന്റെ വീതിയല്ല, സൗകര്യങ്ങളല്ല. അതിൽ ട്രക്കുകൾ പോകുന്നത് ഏറ്റവും പുറത്തെ ലൈനിൽ കൂടിയായിരിക്കും. അതിവേഗത്തിൽ പോകുന്ന കാറുകളും മറ്റു വാഹനങ്ങളും പോകുന്നത് നടുക്കത്തെ ട്രാക്കിലൂടെ ആയിരിക്കും. ഓവർടേക്ക് ചെയ്യേണ്ടവർ മാത്രം നടുക്കത്തെ ട്രാക്കിലേക്ക് കയറി വന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പുറേക്ക് പോകുന്നു. എനിക്ക് അത്ഭുതമായി, ഇത് ഏത് രാജ്യത്താണ് നമ്മൾ സഞ്ചരിക്കുന്നത്?
എത്ര നല്ല ഹൈവേ ഉണ്ടാക്കിയാലും നമുക്കറിയാം 6 വരി പാതയാണെങ്കിൽ അതിലെ 6 വരിയിലും നിരന്നു പോകുന്ന ട്രക്കുകളോ KSRTC ബസ്സോ ആയിരിക്കും നമ്മൾ സാധാരണ കാണുക. അതോടെ അതിന്റെ പുറകിൽ വരുന്ന അതിവേഗത്തിൽ പോകേണ്ട മറ്റു വാഹനങ്ങളെല്ലാം ബ്ലോക്കായി കിടന്ന് ആ ഒരു പാതയുണ്ടാക്കിയതിന്റെ ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ കർശനമായ എന്തോ ഒരു നിയമമുണ്ട്, അവിടെ ക്യാമറ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ആ ലൈൻ തെറ്റിക്കുന്ന ആളുകൾക്ക് ഹെവി പെനാൽറ്റിയാണ്. അതോടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ കണ്ട കാഴ്ച കിലോമീറ്ററുകളോളം 100 കണക്കിന് കിലോമീറ്റർ ഞാൻ അതിലൂടെ സഞ്ചരിച്ചപ്പോൾ ട്രക്കുകളെല്ലാം ഒരു നിയമവും തെറ്റിക്കാതെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ചേർന്ന് മാത്രം പോകുന്നു. വേഗത്തിൽ പോകേണ്ടവർക്ക് കയറിപ്പോകാം. ബസ്സുകൾ അതിനകത്ത് അധികം കണ്ടില്ല, പക്ഷേ ഈ ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മളുടെ ഈ റോഡും ഹൈവേയും 6 വരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ്: JCB, ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയരാവേണ്ടത്. നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം. എന്തുകൊണ്ടാണ് ട്രാക്ടറും JCBയും ഈ റോഡിൽ അനുവദിക്കാത്തത്? എത്രയോ 1000 കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിൽ എത്താൻ വേണ്ടിയാണ്. അതിന്റെ സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും JCBക്കും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ ഈ ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോ ഒരു സംശയവും വേണ്ട, 6 വരിയല്ല 16 വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ ലോകത്ത് വികസിത നാടുകളിൽ അവർ വിജയിപ്പിച്ച ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. നമ്മുടെ സമൂഹത്തെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരണം. അവരുടെ മനോഭാവത്തിൽ ഈ പുതിയ ചിന്തകൾ കൊണ്ടുവരണം. അവരുടെ ലെവലിലേക്ക് നേതാക്കന്മാർ താഴ്ന്നിറങ്ങിച്ചെന്ന് അവരെക്കാൾ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നവരായി മാറുമ്പോഴാണ് ഈ നാട് വിട്ടുപോകണമെന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത്. പകരം നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും സമൂഹത്തിന് പുതിയ ആശയങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. മാറ്റങ്ങളുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. മാറാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം. ഒരു കാലത്ത് വലിയ മാറ്റങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കടൽ തീരത്ത് നിന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ ഇനിയും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് നമ്മുടെ പ്രസ്ഥാനങ്ങളും തയ്യാറാവണം. ഓരോ നിമിഷവും പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ നിരന്തരം ഗവേഷണം ചെയ്യണം. അതിനൊപ്പം നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കണം. സമൂഹത്തിന് ബോധമില്ലാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ അതിനേക്കാൾ ബോധം കെട്ടവനായിട്ട് നിൽക്കണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പകരം ആ സമൂഹത്തിലേക്ക് എങ്ങനെ ഈ ആശയങ്ങൾ കൊടുക്കാം, അവരെ എങ്ങനെ കാലത്തിനനുസരിച്ച് വളർത്തിയെടുക്കാം, അതിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താം എന്ന് ചിന്തിക്കുന്നവരായി പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും മാറുമ്പോൾ പുതിയ തലമുറയ്ക്ക് പ്രതീക്ഷയുണ്ടാകും. അവർ ഈ നാട് വിട്ടുപോകാതെ ഇവിടെ നിൽക്കും. അപ്പോ അല്പം കൈപ്പേറിയ മരുന്നാണെങ്കിലും അല്പം അതിർത്തി ആദ്യം ഉണ്ടാകുമെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റം സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നേതാക്കന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളം നാളത്തെ തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നാടായി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ഈ ഒരു ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. ആ ചർച്ചയിൽ കൂടുതൽ ആശയങ്ങൾ രൂപപ്പെട്ടു വരട്ടെ. അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി, ഈ ഏറ്റവും കാലികമായ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചർച്ചകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പ്രിയപ്പെട്ട ഉദ്ഘാടകൻ സംസാരിച്ചു. അടുത്തതായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് S. ശരത്താണ്. പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ജോർജ് ചേട്ടൻ, പ്രിയപ്പെട്ട ഇതിൻ്റെ മോഡറേറ്റർ പ്രിയ അരുൺ, ജിസ്മോൻ, ജെയിംസ് സാമുവേൽ, പ്രിയപ്പെട്ട സനൂപ്, പ്രിയപ്പെട്ട സംസ്ഥാന സമിതി അംഗം അനൂപ് അടക്കം വേദിയിലുള്ള പ്രിയമുള്ളവരെ, എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ,
സത്യത്തിൽ ഞാനൊരു പകരക്കാരനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ശ്രീ ഹൈബിയുടെ MP ആണ് ഇത് പങ്കെടുക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അസൗകര്യത്തെ തുടർന്നാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം യുവജനങ്ങളുടെ ജോബ് മൈഗ്രേഷനെ കുറിച്ചാണ്. ഇത് നമ്മുടെ വിഷയം. നമ്മളെല്ലാ മേഖലയിലും ഇപ്പം ജോർജേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് തുടങ്ങാം. നമ്മളിപ്പോൾ എല്ലാ ചർച്ചകളിലും നമ്മൾ രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റു വേദികളിലാണെങ്കിലും അത് താഴേത്തട്ടിൽ നിന്നുള്ള ചർച്ചകളിൽ പോലും നമ്മൾ വരുന്നത് ഇന്നത്തെ തലമുറ ഇന്ന് കാണാനില്ല കേരളത്തിൽ എന്നുള്ളത്. തലമുറ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും തലമുറ ആദ്യം പോകും, പിന്നെ കുടുംബത്തെ മുഴുവനായിട്ട് കൊണ്ടുപോകും. ഈ വോട്ട്, ഞങ്ങൾ പൊളിറ്റീഷ്യന്മാരെ വോട്ട് ചേർക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പല വീടുകളും പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകനാണ്. ഒരു 10-16 വർഷമായിട്ട് 10 വരെ പഠിപ്പിക്കുന്ന ആളാണ്. ഒരു ചേഞ്ച് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ജോബ് മൈഗ്രേഷനേക്കാൾ ഉപരി ഇപ്പോൾ നടക്കുന്ന എഡ്യൂക്കേഷണൽ മൈഗ്രേഷനാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പണ്ട് ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ അച്ഛനും അമ്മയും നെറ്റ് ചുളിഞ്ഞു തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ജോലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എങ്കിൽ ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് നമ്മൾ ചോദിച്ചാൽ അവൻ ഏത് കോഴ്സിന് എവിടെ പോയി പഠിക്കണം, ഏത് ജോലിയിൽ ചേരണം, എത്ര ശമ്പളം അവന് വേണമെന്നുള്ള ബോധ്യം, കാഴ്ചപ്പാടവനുണ്ട്. ഞാൻ പറയുന്ന ആ കാഴ്ചപ്പാട് തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഇന്നത്തെ യുവതലമുറയെ ആശങ്കപ്പെടുത്തുന്ന വിഷയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതിനോടൊരു 85% അല്ല 100% യോജിക്കുകയാണ്. നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഒരു ആശങ്ക പൂർണ്ണമായും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോൾ നമ്മൾ നാട്ടിൽ നിൽക്കാൻ ആഹ്വാനം ചെയ്യും. രാഷ്ട്രീയ നേതാക്കൾ, ഞങ്ങളൊക്കെ പൊളിറ്റിക്കലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാ നേതാക്കന്മാരും ഈ നാട്ടിൽ നിൽക്കണം, നിങ്ങൾ മടങ്ങി വരണം, ഈ നാടിൻ്റെ ക്രിയശേഷിയിൽ നിങ്ങളുടെ മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കണം എന്നെല്ലാം പറയുമ്പോൾ ഇന്ന് ഈ തലമുറയ്ക്കുണ്ടാകുന്ന ആശങ്കയെ പരിഹരിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കേണ്ടത് തന്നെയാണ്. ഓരോ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. കാരണം സോഷ്യൽ മീഡിയ, ഇവിടെ ഉദ്ഘാടകർ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഒരു വലിയ എലമെൻ്റാണ്. നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളുടെ ഒരു വലിയ ബൂമിങ് ഇന്ന് മാധ്യമങ്ങളിലൂടെ ഉണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ. മൃദംഗ ശൈലേശ്വരി എന്നൊരു ക്ഷേത്രമുണ്ട് കണ്ണൂർ. എൻ്റെ ഒരു സുഹൃത്ത്, ഞാനവിടെ പോയിട്ടുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഈ ഒരു മാറ്റത്തിന് മുമ്പ് അവിടെ പോയാൽ അന്ന് അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ് സഫാരി ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവ കഥ പറഞ്ഞ ശേഷം അതിൻ്റെ ക്ലിപ്പിങ്സുകൾ, ഞാനൊരു വിശ്വാസിയാണ് കേട്ടോ, ഞാൻ വളരെ സിൻസിയറായിട്ട് നല്ലൊരു വിശ്വാസിയാണ് ഞാൻ. ഞാനും പോകുന്നതിന് ശേഷമാണ് ആ ഒരു ക്ലിപ്പിങ്സ് സോഷ്യൽ മീഡിയയിലൂടെ വന്ന ശേഷമാണ് ഇപ്പോഴും അമ്പലത്തിൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പോയപ്പോൾ നമ്മൾ കാണുന്ന ഒരു അമ്പലമേ അല്ല, വലിയ രീതിയിൽ ഡെവലപ്പായി. ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നവർ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്ന ചിത്രങ്ങൾ പോലും നമ്മുടെ കുട്ടികളുടെ മൈഗ്രേഷനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അവർ നോക്കുമ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിടക്കുകയാണ്. പിന്നെ രണ്ടാമത് നമുക്ക് പറയേണ്ടി വരുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു മോറൽ പോലീസിങ്ങും സംവിധാനങ്ങളും വലിയ ഫ്രീഡമാണ് അവർ കാണുന്നത്. വലിയ ഫ്രീഡമാണ്. പഠിക്കാം, ജോലി ചെയ്യാം, ജീവിതം ആഗ്രഹിക്കുന്നത് പോലെ അവന് നടത്താമെന്നൊരു ഒരു ബോധ്യം, ഒരു വിശ്വാസം അവനിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ PhD ചെയ്യണമെങ്കിലുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് പരീക്ഷ മുതൽ തന്നെ ടഫാണ്. സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, ഒരു PhD ഒരു ഡോക്ടറേറ്റ് ശ്രമിക്കുന്ന ആൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് അടക്കമുള്ള തുക താരതമ്യം ചെയ്താൽ ഈസി ആക്സസ് ആണ്. വിയറ്റ്നാമിലും നമ്മുടെ തായ്വാനിലും ഒക്കെ നിരവധി സുഹൃത്തുക്കൾ നമ്മൾ പോകുമ്പോൾ അവർക്ക് ഈസി ആക്സസ് ആണ്. അവന് കിട്ടുന്ന സ്റ്റൈഫൻഡ് അവന്റെ പഠനം കഴിഞ്ഞ് അവന്റെ ജീവിതത്തിനും മറ്റു കാര്യങ്ങൾക്ക് പോലും ചെലവഴിക്കാൻ കഴിയുന്ന വളരെ ആകർഷകമായ സ്റ്റൈഫൻഡ്, അതൊരു ഘടകമാണ്. മൂന്നാമത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും തൊഴിൽ ആഗ്രഹിച്ച് തന്നെയാണ് 99% ആൾക്കാരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നത്. സ്കിൽഡ് ലേബറിന്റെ വലിയൊരു പ്രശ്നം നമ്മൾ പത്തേമാരി സിനിമയിൽ നമ്മൾ കണ്ടു. ആ ഒരു കാലഘട്ടത്തിൽ ഗൾഫ് കൺട്രീസിലേക്ക് വലിയ ബൂമിങ്, അതെല്ലാം തൊഴിലിന് വേണ്ടിയുള്ള ബൂമിങ് ആണ്. നമ്മുടെ നാട്ടിൽ
നന്നായി സ്കിൽഡ് ലേബറായി മാറും. അവർ ഫിറ്ററാകും, അവർ AC മെക്കാനിക് ആകും, അവർ അതുപോലെയുള്ള നല്ല കോഴ്സുകൾ പഠിച്ച ശേഷം ഗൾഫിലേക്ക് പോകും. അവിടെ അതിനുള്ള അവസരം അവർക്കില്ല. അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാർക്ക് സ്കിൽഡ് ലേബേഴ്സ് ഇല്ല. ആ ഒരു ഗ്യാപ്പ് നമ്മൾ മുതലെടുത്തു. പക്ഷേ ഇപ്പോൾ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി പല രാജ്യങ്ങളും അവർക്ക് പറ്റാത്ത ജോലികളിലേക്ക് മാത്രം ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത തരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പല സ്ഥലങ്ങളിലും. നമ്മളിപ്പം ഫ്രാങ്കായി പറഞ്ഞാൽ ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് പഠിച്ചിറങ്ങിയ ഒരാളുടെ കയ്യിലേക്ക് ഒരു സാംസങ് മൊബൈൽ കൊടുത്ത് ഒന്ന് ശരിയാക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുഴങ്ങിപ്പോകും. അവരൊരു മൊബൈൽ ടെക്നിക്കൽ കോഴ്സ് ചെയ്ത ശേഷം മാത്രമേ അത് തൊടാൻ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെക്കാനിക്കൽ കോഴ്സ് പഠിച്ച് പാസ്സായി ഇറങ്ങി നമുക്ക് എവിടെ പോയി നമുക്കൊരു പ്രാക്ടിക്കൽ കോഴ്സ് ചെയ്യാൻ കഴിയും? എത്ര സ്ഥാപനങ്ങൾ, ഇപ്പം അശോക് ലൈലാൻഡ് പോലെ, ടാറ്റ പോലെയുള്ള വലിയ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ പ്രാക്ടീസിങ് അവർ നിരോധിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്തു വേണം നമുക്കൊരു പ്രാക്ടിക്കൽ പരീക്ഷ അല്ലെ ടെസ്റ്റ് നടത്താൻ, ഒരു പ്രാക്ടീസ് കിട്ടാൻ. രാജ്യങ്ങൾ അവിടെയാണ് നമ്മുടെ സിലബസിൽ, കരിക്കുലത്തിൽ ഒരു വലിയ മാറ്റം ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ സിലബസിന്റെ, നമ്മുടെ കരിക്കുലത്തിന്റെ വലിയൊരു മാറ്റത്തിലൂടെ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ ഭാവി തലമുറയെ നമ്മുടെ ഈ രാജ്യത്ത് നമുക്ക് നിലനിർത്താൻ കഴിയൂ. അവർ പഠിക്കുന്ന കോഴ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം. മെക്കാനിക്കൽ കോഴ്സ് അവന് നല്ല പ്രാക്ടിക്കൽ നോളജ് കൊടുക്കണം. ഇപ്പോഴേ ഈ രാജ്യത്തെ എത്ര വലിയ പൊതുമേഖലാ സ്ഥാപനമായിക്കോട്ടെ, പ്രൈവറ്റ് കോർപ്പറേറ്റീവ് സ്ഥാപനമായിക്കോട്ടെ, അവിടെ ഒരു തൊഴിൽ അന്വേഷിച്ച് ചെന്നാൽ നിസ്സംശയം പറയാൻ കഴിയും, അവന് പ്രാക്ടിക്കൽ നോളജോ തിയറിറ്റിക്കൽ നോളജോ ഇല്ലെങ്കിൽ ഒരാളും എത്ര ശുപാർശ കൊടുത്താലും അവനെ ജോലിക്കെടുക്കില്ല. കാര്യം അവർക്ക് വേണ്ടത് നല്ല സ്കിൽഡ് ലേബേഴ്സിനെയാണ്. നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ഒത്തിരി കൊടുക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ തൊഴിലനുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് അവന് കൊടുക്കാത്തതാണ് അവന് മറ്റു തൊഴിലിലേക്ക് പോകേണ്ടത്. ഇപ്പം അന്യ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചെറിയ കോഴ്സുകളാണ്, ചെറിയ ടൈമുള്ള കോഴ്സുകളാണ്. ആ കോഴ്സുകൾ പാസ്സായാൽ അതുമായി അനുബന്ധപ്പെട്ട വലിയ തുകയിലുള്ള വലിയ ശമ്പളത്തിൽ അവിടെ ജോലി ലഭിക്കുക, അവന് യാതൊരു ബാധ്യതയുമില്ല. പിന്നെ പ്രവേശന പരീക്ഷകളുടെ വലിയൊരു ഈസി, നമ്മളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ പ്രവേശന പരീക്ഷകൾ വിദേശങ്ങളിൽ ഏറ്റവും എളുപ്പമാണ്. കുറച്ച് ഓൺലൈനും IT സംവിധാനം അറിയാമെങ്കിൽ വളരെ ഈസിയായി അവൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൽ തൊഴിലിൻ്റെ പ്രശ്നം വലിയ രൂക്ഷമായിരുന്ന സമയം 96-കളിലാണെന്ന് തോന്നുന്നു IT വിപ്ലവം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു, അല്ലേ സാർ? 96-ൽ. അതിനുശേഷം നമ്മൾ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, ഒരു 3.5 ലക്ഷത്തോളം, അവസാനത്തെ കണക്കുകൾ പ്രകാരം ഒരു 3.5 ലക്ഷം പേരാണ് നമ്മുടെ IT സെക്ടറിൽ, ഒരു ഏകദേശ കണക്കാണ്, ജോലി ചെയ്യുന്നത്. അതിനുശേഷമാണ് സത്യത്തിൽ ഗൾഫിലേക്കുള്ള ബൂമിങ് കുറഞ്ഞത്, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ ഗൾഫിലേക്കുള്ള ഒരു വലിയ വിദേശ രാജ്യത്തിലേക്കുള്ള ബൂമിങ് കുറഞ്ഞത് നമ്മുടെ IT സെക്ടറിന്റെ ഒരു വലിയ ബൂമിങ് നമ്മുടെ രാജ്യത്തുണ്ടായ ശേഷമാണ്. അപ്പോൾ നമ്മുടെ ബൂമിങ് വളരെ ശക്തമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ ഇപ്പോൾ നേരെ തിരിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കും. വലിയൊരു ആശങ്കയാണ്. കാര്യം നമ്മുടെ രാജ്യത്തിന്റെ യുവതലമുറയുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു ക്രിയാശേഷി നമുക്ക് രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരും. പണ്ട് നമ്മൾ തമാശയ്ക്ക് പറയും, അമേരിക്കയും മറ്റുള്ള ലോകരാജ്യങ്ങളൊന്നും ഇന്ത്യയിലേക്ക് മിസൈൽ നിക്ഷേപിക്കില്ല, കാര്യം അവിടെയും ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ തലച്ചോറാണ് ആ രാജ്യത്തും പ്രവർത്തിക്കുന്നതെന്ന് തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ തലച്ചോറ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് പോവുകയാണ്. നമ്മളതിന് ഒരിക്കലും വ്യക്തിപരമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാര്യം എല്ലാവരും നിലനിൽപ്പ് നോക്കും. ഞാൻ പറഞ്ഞു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ, ഞാൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു അനുമോദന സമ്മേളനത്തിൽ പോയപ്പോ A+ വാങ്ങിയ ഏറ്റവും മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയോട് ചോദിച്ചു, ആരാകാനാണ് ആഗ്രഹം? പറഞ്ഞു, എനിക്ക് വെയിറ്റർ ആകാനാണ് ആഗ്രഹം. അപ്പോൾ കൗതുകത്തോട് വെയിറ്റർ. അപ്പൊ ചോദിച്ചു, എവിടെയാണ്? ജർമ്മനിയിൽ. അപ്പൊ ചോദിച്ചു, ജർമ്മനിയിൽ ഇവിടെ നമ്മൾ വെയിറ്റർ ജോലി ചെയ്താൽ നമ്മളെ പറയാൻ പോകുന്നത് മേശ തുടയ്ക്കുന്നവൻ, പാത്രം കഴുകുന്നവനെന്ന. അവിടെ ഒരു സ്ഥലവും പറഞ്ഞു, ജർമ്മനിയിലെ മക്ഡൊണാൾഡ്സിൽ ഭീമമായ ശമ്പളം. ഒരു മോക്ക് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവിടെ ജോലിക്ക് കയറാം. 10ാം ക്ലാസ് പാസ്സായി നിൽക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞൊരു മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ എത്ര കൃത്യമായിട്ട് അവർ പഠിക്കേണ്ട സ്ഥലം, അവരുടെ സ്ഥലം, ജോലി ചെയ്യേണ്ട സ്ഥലം, അതിൻ്റെ സാധ്യത, അവർക്ക് കിട്ടുന്ന ശമ്പളം
10ാം ക്ലാസ്സുകാരിയുടെ മനസ്സിൽ അതുണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു പൊളിറ്റീഷ്യന്മാർ കൂടുതലുള്ളൊരു പ്രദേശം, ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പറയുന്നു, നമ്മുടെ പൊതുപ്രവർത്തകർ, നമ്മുടെ ഭരണസിരാ തലത്തിലിരിക്കുന്നവർ കൂടുതൽ ജാഗരൂകരായി അവർക്കതിനുള്ള അവസരം തുറന്നു കൊടുക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നമ്മുടെ തലമുറയുടെ ഈ മാറ്റത്തിൽ നമ്മൾ ആശങ്കപ്പെടുമ്പോൾ തലമുറയ്ക്ക്, ഞാൻ രാഷ്ട്രീയപരമായിട്ട് പറയുന്നില്ല, നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ സിവിൽ സർവീസ് അടക്കം നമ്മുടെ പരീക്ഷകളിലുള്ള ഒരു വിശ്വാസ്യതയിൽ, ഇപ്പൊ PSC ആണെങ്കിലും UPSC ആണെങ്കിലും ഒരു വലിയ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സർക്കാർ ജോലി വാങ്ങണമെന്നാണ്. ആ പ്രവേശന പരീക്ഷകളിലുള്ള ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം. അതിനേക്കാൾ ഉപരി ആ ജോലി റാങ്ക് വാങ്ങി നിൽക്കുന്നവർക്ക്, റാങ്ക് ലിസ്റ്റിലുള്ള ജോലിയിലേക്ക് കയറാനുള്ള സാഹചര്യത്തിലുള്ള കാലതാമസം. ഞാൻ അത് രാഷ്ട്രീയ ഭേദമല്ലേ ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് കാണണ്ട. അതിലൊരു കാലതാമസം, ഇതെല്ലാം നമ്മുടെ ചെറുപ്പക്കാരെ, തൊഴിൽ അന്വേഷിക്കുന്നവരെ ഉള്ള ആശങ്കയാക്കുകയാണ്. ആ ആശങ്കയാണ് അവര് അവസാനം വിദേശ രാജ്യങ്ങളിലേക്ക്, ഈ മൈഗ്രേഷനിലേക്ക് എത്തിച്ചേർക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് മകൻ പോയാൽ നാളെ സ്വാഭാവികമായും അച്ഛനും അമ്മയും പോകുന്ന തലത്തിലേക്ക് വരും. ഒരു വലിയ, ഇപ്പം കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയുടെ ഒരു പ്രസ്താവന കണ്ടു, എല്ലാവരും തിരിച്ചു വാ, എല്ലാം അവിടെ കൊടുക്കുന്ന മനോഹരമായ ശമ്പളം നിങ്ങൾക്ക് എൻ്റെ സംസ്ഥാനത്ത് തരാം, നിങ്ങൾ തിരിച്ചു വരൂ എന്ന് മമതാ ബാനർജി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ, നമ്മുടെ രാജ്യത്തിൻ്റെ ക്രിയശേഷിയെ തിരിച്ചു വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതിരിക്കട്ടെ, അതിനുള്ള കൂട്ടായ പ്രവർത്തനം നമ്മുടെ ഭരണ രംഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം നമ്മൾ ആശ്വസിക്കുകയാണ്, നമ്മൾ വിശ്വസിക്കുകയാണ്. ദീർഘമായിട്ട് കടന്നു പോകുന്നില്ല, അവസാനിപ്പിക്കുന്നു. ഇവിടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പഠിച്ചിറങ്ങിയ ഒരു തൊഴിലവസരം, ഇപ്പോൾ ഒരു അധ്യാപന കോളേജ് അധ്യാപന വൃത്തിയാകട്ടെ, അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഒരു ഉദ്യോഗമാവട്ടെ, അതിലൊരു പോസ്റ്റിന് ഇപ്പോഴത്തെ ശരാശരി കണക്ക് പ്രകാരം 57 പേരാണ്. അതിന്റെ ഉയർന്ന പോസ്റ്റുമല്ല, അതിൽ താഴെയുള്ള ആളുമല്ല, ആ പോസ്റ്റിന് കൃത്യമായിട്ട് എലിജിബിലിറ്റി ഉള്ള 57 പേരാണ് ഒരു ജില്ലയിൽ ഉണ്ടാവും. ഏകദേശ കണക്കെടുത്തിൽ 600 പേര് വരും ഒരു പോസ്റ്റിന് വേണ്ടി എലിജിബിൾ ആയവർ ഈ സംസ്ഥാനത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും മത്സരം സ്വാഭാവികമാണ്. ആ മത്സരത്തിലെ ആശങ്ക കൂടി ഈ മൈഗ്രേഷനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ തലമുറയെ, നമ്മുടെ നാടിനെ ആശങ്കപ്പെടുത്തുന്ന ഈ എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ ആണെങ്കിലും ജോബ് മൈഗ്രേഷൻ ആണെങ്കിലും അതിനെ പിടിച്ചു നിർത്തുവാൻ നമ്മുടെ യുവതലമുറയുടെ ക്രിയശേഷി നമ്മുടെ രാജ്യത്ത്, സംസ്ഥാനത്ത് വിനിയോഗിക്കുവാൻ നമുക്ക് കൂട്ടായി യത്നിക്കാം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട്, ഒരു മുൻകാല യുവജന പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾക്കും അതിൽ വലിയ ഒരു പങ്കുണ്ട് എന്നുള്ള ബോധ്യവും ഓർമ്മപ്പെടുത്തലും കൂടി ഈ വേദിയിൽ പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ചെറിയ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ കുറിച്ചു വെക്കുക. അവസാന ഭാഗത്തിൽ നമുക്കത് ഒന്നുകൂടി നിങ്ങൾക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ചോദിക്കാം. അടുത്തതായി നമ്മുടെ ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറിനെ ക്ഷണിക്കുന്നു. എട്ട് മിനിറ്റ് 4 കാര്യങ്ങൾ. ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ സ്ഥിരീകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ടൈമർ ചെയ്താ പറയാറുണ്ട്. ഉണ്ട് നമ്മൾ ചിന്തിക്കേണ്ട, നിലപാടെടുക്കേണ്ട 4 കാര്യങ്ങൾ 8 മിനിറ്റ്. ആദ്യം തന്നെ CPIയുടെ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട്, ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയൊരു പ്രിവിലേജാണ്. അതിന് ശ്രീ ജിസ്മോന് നന്ദി പറഞ്ഞുകൊണ്ട്, അതിന് ഒരു കാര്യം കൂടിയുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും CPIയുടെ പ്രവർത്തകനുമായിരുന്നു. ലോ അക്കാഡമിയുടെ അന്നത്തെ അതായത് അദ്ദേഹം 60s ലോ അക്കാഡമിയിൽ പഠിക്കുകയും മറ്റും ചെയ്തതാണ്. അദ്ദേഹത്തിന് നേരത്തെ മരിച്ചുപോയി. അദ്ദേഹം ജീവിതാവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും എന്നാൽ ആത്മീയതയോടും ഒക്കെ ആഭിമുഖ്യം വെച്ച് പുലർത്തിയിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 2, സന്തോഷ് സാറിനെ പോലൊരാൾ. ഞാനൊക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് ഈ ലോക മലയാളി എന്നും വിശ്വപൗരൻ എന്നും പറയാൻ കഴിയുന്ന 3-4 പേരാണുള്ളത്. അതിൽ സന്തോഷ് സാറിനോടൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. 2013 മുതൽ അദ്ദേഹത്തിൻ്റെ സഫാരിയിൽ ഒരു പരിപാടി ചെയ്യാൻ എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എല്ലാ മാസവും അവിടെ പോകാനും, സഫാരി എന്ന് പറയുന്ന ഒരു ട്രൂലി ഗ്ലോബൽ മലയാളം മീഡിയയിൽ വർക്ക് ചെയ്യാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അദ്ദേഹം കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട്, ആദ്യത്തെ പോയിന്റ്, അതായത് കേരളത്തിലെ മൈഗ്രേഷന്റെ ഏറ്റവും നല്ല പഠനങ്ങളിലൊന്ന്, സ്റ്റഡീസിലൊന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ.
കേരള മൈഗ്രേഷൻ സർവേ 2023 ഇതിലെ ഏറ്റവും ആധികാരികമെന്ന് കരുതുന്ന കോംപ്രിഹെൻസീവായി നമ്മൾ കരുതുന്ന കാര്യങ്ങൾ. അതിലെ 2-3 കണക്കുകൾ നമ്മൾ വളരെ സീരിയസ്ലി പഠിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഒന്ന്, 2018 1,29,000 സ്റ്റുഡൻസ് എമിഗ്രൻസ് ആയിട്ടുള്ളപ്പോൾ പോസ്റ്റ് പാൻഡമിക്കിന് ശേഷം അത് 2,50,000 വർദ്ധിക്കുകയും ഇനിയും അത് ഒരു അപ്വേർഡ് ട്രെൻഡായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ഈ രംഗത്ത് പഠിക്കുന്ന, ഇതിനെക്കുറിച്ച് അറിയുന്ന നിഗമനങ്ങളിലെ ആൾക്കാരെല്ലാം പറയുന്നത്. 17 വയസ്സു മുതൽ ഉള്ള നമ്മുടെ മലയാളി യുവത്വം അങ്ങനെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 17 വയസ്സെന്ന് പറഞ്ഞാൽ +2 കാലഘട്ടം മുതൽ അങ്ങനെ വെളിയിൽ പോകാനായിട്ടും ആഗ്രഹിക്കുന്നു. ഗ്രാജുവേറ്റ്സും നല്ലൊരു ശതമാനത്തോളം അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. 3, മലയാളികൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ക്യാഷായി അവർ പറയുന്നത്, അല്ലെങ്കിൽ ചെലവായി പറയുന്നത് 43,378 കോടിയോളം ഔട്ട് ഓഫ് കേരളയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അത്തരം കാര്യം അതിലെ ഒരു ചെറിയ ഭാഗമെങ്കിലും കേരളത്തിലേക്ക് വന്നാൽ എത്രമാത്രം വികസനവും പോസിറ്റീവായ കാര്യങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ മൈഗ്രേഷനും എല്ലാ അർത്ഥത്തിലും തെറ്റല്ല, എന്നാൽ അതിന് ഗുണങ്ങളുണ്ട്. നമുക്ക് റെമിറ്റൻസ് കിട്ടാറുണ്ട്, നമ്മൾ വലിയൊരു മൈഗ്രന്റ് എക്കോണമിയാണ്, അതുകൊണ്ട് റെമിറ്റൻസ് ഉണ്ടാകാറുണ്ട്. ഒരു ഗ്ലോബൽ മലയാളിയുടെ ഫീലിൽ നല്ലതാണ്. എന്നാൽ അതോടൊപ്പം നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ പോസിബിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലേ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ വിഷയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് സാറിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടത് ഓർമ്മയുണ്ട്. അതിൽ ഏറ്റവും പഞ്ച് ഡയലോഗായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം ഒരു അവതാരികയോട് ചോദിക്കുകയാണ്, മമ്മൂട്ടിക്ക് ഓസ്ട്രേലിയയിൽ ഞാൻ നിങ്ങൾക്കൊരു ജോലി അറേഞ്ച് ചെയ്തു തരാം. പക്ഷേ സാറിനത് ഓർമ്മ, മമ്മൂട്ടിയോട് പറയുകയാണ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഞാനൊരു ജോലി അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പോവുമോ? ഇല്ല. കാര്യം അതിനേക്കാൾ ബെറ്റർ അവസരങ്ങളും കാര്യങ്ങളും ഇവിടെയുണ്ട്. മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പൃഥ്വിരാജ് ഓസ്ട്രേലിയയിൽ പഠിച്ചതാണ്, നിനക്ക് അവിടെ തെറ്റില്ലാത്ത ഒരു കാശുള്ള ജോലി ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ പോവില്ല. കാര്യം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയാണ് നമ്മൾ വലിയൊരു ശതമാനം വരെ പോകുന്നത്. ആ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുക്കാനും നമ്മുടെ നാട്ടിൽ മുമ്പോട്ട് പോകുന്ന സയൻസ് ആൻഡ് ടെക്നോളജി റെവല്യൂഷന്റെ ഭാഗമാക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവരെ നിർത്താനുള്ള വലിയൊരു പോസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ആ രീതിയിൽ നമ്മൾ ഇവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടോ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടെ വളരെ പ്രധാനമാണ്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ, ഞാനിപ്പോൾ സന്തോഷ് സാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾക്കിപ്പോൾ ഫിൻലാൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കിയോട് ഒരു ടൈപ്പ് ഉണ്ട്. എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ വിദ്യാർത്ഥികളുമായി, ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും വിദ്യാർത്ഥികളുമായി അവിടെ പോകുന്നുണ്ട്. അവിടെ പോയി കാണുമ്പോൾ നമ്മുടെ പല വിദ്യാർത്ഥികൾക്കും ഉള്ള ആഗ്രഹം അവിടേക്ക് പോകണമെന്നാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം, ഏകദേശം 1,18,000 ലേക്കുകൾ, അതായത് ഓരോ 26 പേർക്കും ഒരു ലേക്ക് ഉണ്ടെന്നുള്ളതാണ് ഫിൻലാൻഡ് പറയും. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ അങ്ങോട്ട് ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊരു ജനസംഖ്യ പ്രശ്നവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് കൂടിയാണ്, ഇല്ലെന്നല്ല. പക്ഷേ നമുക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ യുവത്വത്തെ ആകർഷിക്കുകയും നമ്മുടെ കൂടെ നിർത്താൻ കഴിയുകയും ചെയ്യും. അതാണ് 2ാമത്തെ പോയിന്റ്. 3, അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ ചെയ്ത പോസിറ്റീവ് സ്റ്റെപ്സ് ആണ് നമ്മുടെ IT റവല്യൂഷന് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ടെക്നോ പാർക്കുകളിലൊന്ന് നമുക്കാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി ഉണ്ട്, ഞങ്ങൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോ പാർക്ക് പോലുള്ള കാര്യങ്ങൾ നമുക്കാണ് ആദ്യം വന്നതെങ്കിലും നമ്മുടെ തൊട്ട് അയൽ സഹോദര സംസ്ഥാനമായ കർണാടകയും ബാംഗ്ലൂരും ഒക്കെ നമ്മളെക്കാൾ ഒരുപാട് മുമ്പോട്ട് പോയി. ഹൈദരാബാദും മറ്റും നമ്മളെക്കാൾ ഒരുപാട് മുമ്പോട്ട് പോയി. അപ്പോ ആത്യന്തികമായി ജോലി, വരുമാനം, സ്ഥിരത, ജോബ് സ്റ്റെബിലിറ്റി, ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ യുവത്വത്തെ ആകർഷിച്ച് ഇവിടെ നിർത്താൻ കഴിയുവാണെങ്കിൽ അതവർക്ക് തീർച്ചയായും വലിയൊരു അട്രാക്ഷനാണ്. 2, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികളോട് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് കാരണം നിങ്ങൾ കേരളത്തിൽ നിൽക്കണമെന്നൊന്നും പറഞ്ഞാൽ വലിയൊരു ശതമാനം ആൾക്കാർ നിൽക്കില്ല. അങ്ങനെ അവരെ നിർത്തുകയും ചെയ്യരുത്. അവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് കേരളത്തിൽ നിർത്തുകയല്ല നമ്മുടെ ഉദ്ദേശം. പകരം കേരളം ഒരു വൈബ്രന്റ് സ്പേസായി മാറ്റുകയും അതിനോടനുബന്ധിച്ച് അവരെ നിർത്താൻ കഴിയുകയും അവർക്ക് ജോലി, ജീവിത ആസ്വാദന, ലോകോത്തര സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്കിതെങ്ങനെ മെച്ചപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നോക്കേണ്ടത്. നമുക്കങ്ങനെ ജെനുവിൻലി വേൾഡ് ക്ലാസ് എന്ന് പറയാൻ കഴിയുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്? നമ്മൾ സ്വന്തമായിട്ട് ആത്മവിമർശനപരമായി ചിന്തിച്ചാൽ നമുക്ക് ജെനുവിൻലി വേൾഡ് ക്ലാസ് എന്ന് പറയാൻ കഴിയുന്ന, ലോക നിലവാരം എന്ന് പറയാൻ കഴിയുന്ന എത്ര കാര്യങ്ങളും. ഇതൊരു മിഡിൽ ക്ലാസ് സെൻട്രിക്കായി ചിന്തിക്കണമെന്നല്ല. ഏത് ക്ലാസ്സിലേക്ക് ചിന്തിച്ചാലും ക്ലാസ് മൊബിലിറ്റി ഉണ്ടാകുമ്പോൾ ലോവർ മിഡിൽ ക്ലാസ് ആണെങ്കിലും നാളെ മിഡിൽ ക്ലാസ്സും ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ്സും ഒക്കെ ആയി മാറുകയാണ്. അപ്പോ ഇവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ. എൻ്റെ വീട്ടിൽ 2 മക്കളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ? അവർക്ക് വേൾഡിലെ ബെസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് വേണം, നല്ല വിദ്യാലയങ്ങളിൽ പഠിക്കണം, ലോകം കാണണം, മെച്ചപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാകണം, നല്ല വരുമാനം ഉണ്ടാകണം. ഈ രീതിയിൽ അവർക്ക് മെച്ചപ്പെട്ട ജീവിതം വേണം എന്ന് ചിന്തിക്കുന്നതല്ലേ എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സെമിനാറിൽ വന്ന് നമ്മളെ രാജ്യസ്നേഹവും നമ്മുടെ നാടിനോടുള്ള സ്നേഹവും പറയുകയും
തിരിച്ചു ചെല്ലുമ്പോൾ മക്കൾ നന്നായി പോകണമെന്ന് പറയുകയും ചെയ്യുന്നതിലല്ല, ഈ നാടിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും അതിലൂടെ നമ്മുടെ മനുഷ്യ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ നിലനിർത്താം എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. അവസാന 2 മിനിറ്റ്, അവസാന ഒരു പോയിന്റ് കൂടി. നമ്മൾ വളർന്നു വന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളർന്നു വന്ന കാലഘട്ടത്തിൽ, നമ്മൾ പോപ്പുലേഷനെയും ഹ്യൂമൻ റിസോഴ്സിനെയും കണ്ടിരുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടാണ്. നമ്മളെല്ലാം ഒരു മാൽത്യൂസൻ തിയറി അടക്കം വിശ്വസിക്കുകയും മനുഷ്യ വിഭവശേഷിയും പോപ്പുലേഷനും ഡെമോഗ്രഫിക് ഡിവിഡൻഡും ഇതൊക്കെ ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്, ഇത്രയധികം വാകളെ നിങ്ങൾക്ക് ആഹാരം കൊടുക്കണമല്ലോ എന്ന ചിന്തയിലാണ്. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ഹ്യൂമൻ റിസോഴ്സ്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഒരു സ്ട്രെങ്ത് ആണ് കൂടി എന്ന് തിരിച്ചറിയും. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് വെറുതെ ഉള്ളതല്ല, വെൽ കാലിബ്രേറ്റഡ്, സ്കിൽഡ്, എംപ്ലോയിഡ്, ഓൺട്രപ്രണേറിയൽ ആയിട്ടുള്ള ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, മനുഷ്യ വിഭവശേഷി, മനുഷ്യനാണ് ശക്തി എന്ന തിരിച്ചറിവിലേക്കാണ് വരുന്നത്. നമ്മുടെ പഴയ പാരഡൈം, പരിപ്രേക്ഷ്യം, വേൾഡ് വ്യൂ അത് മാറുകയും ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ബെറ്റർ മാനേജ് ചെയ്യാൻ ചെയ്യുകയും കഴിയുമെന്ന് പറഞ്ഞാൽ ഇനിയും ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഈ AI, IoT അടക്കമുള്ള റെവല്യൂഷൻസ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിന്റെ ഒരു വീക്ക്നെസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കേരളത്തിലെ ഒരു പ്രധാന വീക്ക്നെസ് എന്നല്ല, ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ഒരുപാട് സ്ഥലമില്ല. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും ഒക്കെ നോക്കിയാൽ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് അത്രയും സ്ഥലമില്ല. നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ലാൻഡ് ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ലിമിറ്റേഷനും മറ്റും ഒക്കെ കാണും. നമുക്കപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താ? നമ്മളുടേതായിട്ടുള്ള ശക്തികളെ ലെവറേജ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ്, എഡ്യൂക്കേഷൻ, ഓൺട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻ തുടങ്ങിയ കാര്യങ്ങളെ ലെവറേജ് ചെയ്ത് മുമ്പോട്ട് വരാൻ കഴിയണം. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സിലിക്കൺ വാലി ഉണ്ടാക്കിക്കൂടും? എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സിലിക്കൺ വാലി? ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് ഡിജിറ്റൽ വഴിയാണ് ജോലികൾ, ജോബ് ഔട്ട്സോഴ്സ് ചെയ്യുക. അങ്ങനെ ഒരു വലിയ ആശയത്തിലാണ് ടെക്നോ പാർക്കൊക്കെ. അതിന്റെ ഒരു അഡ്വാൻസ് ലെവലായിട്ട് കുട്ടികളിൽ ചെറിയ പ്രായത്തിലെ ഓൺട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻ അവർക്ക് നിൽക്കണമെങ്കിൽ ഈ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് മതി. നമ്മുടെ സ്ഥലമൊക്കെ വളരെ മനോഹരമാണ്. അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ എന്നാൽ ക്യാപിറ്റലിസ്റ്റിക് മാത്രമല്ലാത്ത ഡെവലപ്മെന്റ് കൂടിയായ സമഗ്രമായ ഒരു വിഷനെ കുറിച്ച് CPI അടക്കമുള്ള പാർട്ടികൾ മുമ്പോട്ട് വെക്കുമ്പോൾ അത് വലിയൊരു ചേഞ്ച് ഉണ്ടാകും. അതുകൊണ്ട് യുവത്വം വെളിയിൽ പോയി നമ്മളുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ് നമ്മുടെ കൺസേൺ എങ്കിൽ അത് യുവത്വത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്യുന്ന ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന ചിന്താ പദ്ധതികൾ കൂടി നമുക്കുണ്ടാകട്ടെ. ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ ഈ സമ്മേളനം നമ്മളെ എല്ലാവർക്കും പുതിയ ആശയങ്ങൾ തരട്ടെ. ജയ് ഹിന്ദ്. കൃത്യമായൊരു സമയം തീരുമാനിച്ച് അതിനുള്ളിൽ തൻ്റെ നിലപാടുകൾ രാഹുൽജി പറഞ്ഞു. അടുത്തതായി പ്രിയപ്പെട്ട ജെയിംസ് സാമുവൽ നമ്മളോട് സംസാരിക്കും. ഇവിടെ CPI സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറെ കാലിക പ്രസക്തമായൊരു വിഷയമാണ് ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയൊരു തലമുറ വിദ്യാഭ്യാസം, ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ക്രമീകരണം തയ്യാറായിരിക്കുന്ന കാലഘട്ടമാണ്. അതിലവർ കാണുന്നത്, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാണ് പ്രധാനം. അതിൽ സന്തോഷമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ജീവിതത്തിൽ കൂടുതൽ സമ്പാദിച്ച് സ്വരുക്കൂട്ടുന്നതിനപ്പുറം ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം സന്തോഷിക്കാനും ആനന്ദമായി ആസ്വദിച്ച് തീർക്കാനും കഴിയുന്നൊരിടം ഉണ്ടാവണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പിന്നെ പോയാൽ തിരിച്ച് നാട്ടിലേക്ക് വരണമെന്ന് പോലും ആഗ്രഹിക്കാത്ത പുതിയ തലമുറയാണ്. അതിൽ പ്രധാനമായും അവർ കാണുന്നത് അവരുടെ സന്തോഷം, ആനന്ദം. ഈ ആനന്ദത്തിന് പറ്റിയ ഇടം ഏതാണ്? അതാണ് പ്രധാനപ്പെട്ടതൊന്ന്. സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹം നോക്കിക്കാണുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എത്ര വലിയ തൊഴിൽ ലഭ്യമായാലും സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സദാചാര ബോധം ഈ പുതിയ തലമുറയെ നമ്മുടെ നാട്ടിൽ നിന്നും ഓടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമാകുന്നു. അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്നൊരു സ്ഥലം ഈ സദാചാര ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ്. എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യുക, എവിടെ പോയാലും തിരക്കുക, അന്വേഷിക്കുക. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പുതിയ തലമുറയിൽ വരുന്നുണ്ട്. തൊഴിലിൽ അവർ പ്രധാനമായും കാണുന്നത് തൊഴിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ തൊഴിൽ ലഭ്യമാകുക എന്നുള്ളതാണ്.
തൊഴിലിൽ വളരെ വേഗത്തിൽ പണം സമ്പാദിക്കാൻ കഴിയണം, വളരെ വേഗത്തിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയണം. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷമായി അവർ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം തന്നെ മാറേണ്ട സ്ഥിതിഗതികളുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ അതിവേഗത്തിൽ, എത്ര വേഗത്തിലാണ് പണ്ട് നമ്മൾ ക്രിക്കറ്റ്, വൺ ഡേ ക്രിക്കറ്റുകൾ കണ്ടുകൊണ്ടിരുന്ന തലമുറയാണ്. ഇപ്പോൾ എത്ര ആളുകൾ അത് കാണാൻ തയ്യാറാകും? 2020 വളരെ വേഗത്തിൽ വന്നപ്പോൾ 2020 സ്വീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. 2020 ഔട്ടായി. ഇപ്പോൾ ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഫുട്ബോളിൻ്റെ ശൈലി കൊണ്ട് മാത്രമല്ല, അതിലേറ്റവും കൂടുതൽ കുറഞ്ഞ സമയം മാത്രമേ ആ കായികം കാണാൻ വേണ്ടി സമയമെടുക്കുന്നുള്ളൂ. ഓരോ മനുഷ്യനും സമയം വിലപ്പെട്ടതാണ്. അതിൽ ഉദ്ഘാടകൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കേരളയിലാണ്. കേരളയിൽ വന്നായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ ഈ പറഞ്ഞത് 4 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്താൻ കഴിയുമായിരുന്നു. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടി എനിക്കുണ്ട്. ഏതൊരു വികസനം വന്നാലും വികസനത്തിനൊപ്പം ചിന്തിക്കുക എന്നുള്ള മാധ്യമം നമ്മുടെ സമൂഹത്തിലില്ല. മാധ്യമങ്ങൾ എങ്ങനെ ഇത് പോരായ്മ കണ്ടെത്തി ആ വികസനത്തിന് തുരങ്കം വെക്കുക എന്നുള്ളത് മാത്രമല്ല, തങ്ങളുടെ നേട്ടം ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുവായ സമൂഹത്തിന്റെ വികസനം മാത്രമല്ല ലക്ഷ്യം, മാറുന്ന കാലത്തിനൊപ്പം നമ്മൾ മാറി സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. പകരം അവർക്കെന്ത് നേട്ടം ലഭിക്കാൻ കഴിയും, ഇതിനെ നെഗറ്റീവാക്കാൻ കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം മാധ്യമങ്ങൾ കൂടി അവരുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഭരണകൂടത്തിന്റെ വലിയ കാഴ്ചപ്പാടുകൾ കേരളം ഇത്രയും വലിയ നിലയിൽ മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് സ്റ്റാർട്ടപ്പ് വഴിയാണെങ്കിൽ അതൊക്കെ ഉദ്ഘാടകൻ വ്യക്തമായി അറിയാമെന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയപരിമിതിയുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം മാറി. ഇപ്പം വ്യവസായങ്ങൾ തുടങ്ങാൻ വളരെ വേഗത്തിൽ കേരളത്തിൽ കഴിയും. PSC വഴി 2,40,000 തൊഴിലുകളാണ് കേരളത്തിൽ ഇപ്പോ ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം അപ്പുറം നമ്മുടെ രാജ്യത്തിൽ തന്നെ, ഈ കേരളത്തിന്റെ മാത്രം ഒരു പൊതുവായ പ്രശ്നം ഇതിനെ കാണാൻ പാടില്ല. രാജ്യത്തെ ജനതയിൽ തൊഴിൽ സുരക്ഷിതയില്ല എന്നുള്ളതാണ് പ്രശ്നം. പുതിയ തലമുറയിൽപ്പെട്ടവർ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തൊഴിൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നു. കാരണം സ്ഥിരമായ വരുമാനമില്ല, ആനുകൂല്യങ്ങളില്ല, അവർക്ക് ലഭിക്കേണ്ടതൊന്നും ലഭ്യമാകുന്നില്ല. പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ തുടരുന്നത്? ഞങ്ങൾക്ക് കിട്ടേണ്ടതായ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നില്ല, ഞങ്ങളുടെ സന്തോഷത്തിനുള്ള ഇടം കിട്ടുന്നില്ല, ഞങ്ങളുടെ തൊഴിലിന് വേണ്ടത്ര സുരക്ഷയും കിട്ടുന്നില്ല. അപ്പം പിന്നെ ഇവിടെ നിന്ന് രാജ്യത്ത് വിദ്യാഭ്യാസം ചെയ്യുന്നതിനേക്കാൾ, തൊഴിൽ ചെയ്യുന്നതിനേക്കാൾ മറ്റു രാജ്യങ്ങളിൽ പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചത് 12 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷെ നിയമനം നടത്താൻ തയ്യാറായിട്ടില്ല, നിയമനം നടക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പുതിയ കാലത്തെ തലമുറയെ അവരുടെ നാട്ടിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൽ, നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിലൊക്കെ കാരണമാകുന്നുണ്ട്. ഭരണകൂടം കൃത്യമായ ഘട്ടത്തിൽ ഇടപെട്ട് അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന പ്രവണത കൂടി ഏറ്റെടുക്കാൻ കഴിയണം. മറ്റൊന്നുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഇനിയും സൃഷ്ടിക്കാൻ വേണ്ടി കഴിയണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുതിയ കാലഘട്ടത്തോടൊപ്പം വിദ്യാഭ്യാസ രീതി കൂടി മാറാൻ വേണ്ടി കഴിയണം. അതിനെ സംബന്ധിച്ച് ഇവിടെ ശ്രീ ശരത് സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കരിക്കുലം ഉൾപ്പെടെ മാറി ചിന്തിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പുതിയ തലമുറ നാട് വിടും. അതിൽ വിദ്യാഭ്യാസ രംഗം, എൻ്റെ ഇപ്പോൾ ഭാര്യയുടെ ആങ്ങളെയുണ്ട്, +2 കഴിഞ്ഞതേ ഉള്ളൂ. അവൻ പറയുന്നത്, ഞാൻ പറഞ്ഞു നീ എവിടെയെങ്കിലും BBA ചെയ്ത്. അപ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഇവിടെ ചെയ്യണ്ട, എനിക്ക് വിദേശത്ത് ചെയ്താൽ. ഞാൻ ചോദിച്ചു അതെന്താ കാരണം? ഈ വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് തൊഴിൽ ചെയ്യാൻ, എനിക്ക് അധ്വാനിക്കാൻ കഴിയും, എനിക്കതിൻ്റെ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കഴിയും, എൻ്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയും. കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് അങ്ങനെ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഇടവും കൂടിയാക്കി നമ്മുടെ നാടിനെ മാറ്റണം. കേരളം വളരെയേറെ മുന്നിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇനിയും മാറേണ്ടതുണ്ട്. അതിനകത്ത് ഈ പരസ്പരമായ ഏതെങ്കിലും രാഷ്ട്രീയ വിഷയമായി ഞാൻ അതിനെ സൂചിപ്പിക്കുന്നില്ല. എല്ലാത്തിനെയും പോസിറ്റീവായി കാണാനും ഉയർന്നു വരുന്ന നാടിൻ്റെ വികസനത്തെ ചർച്ച ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പുതിയ നിർദ്ദേശങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും പൊതുവികസനത്തെ ദുർബലപ്പെടുത്തി നമ്മുടെ നാടിനെ പിന്നോട്ടടിക്കാനല്ല, നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പുതിയ നിർദ്ദേശങ്ങൾ വരണം. ആ നിർദ്ദേശങ്ങളാണ് നമുക്ക് വിലപ്പെട്ടതായി മാറേണ്ടത്.
നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് അയർലൻഡിൽ ജോലി ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞത് അവിടെ സ്വദേശീയവൽക്കരണം വന്നു കഴിഞ്ഞു, ഇനി അവിടെ തുടരാൻ കഴിയില്ല, ഇനി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് നോക്കുകയല്ലെന്ന് മറ്റു മാർഗ്ഗമില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ വന്നിട്ട്. അതുകൊണ്ട് കേരളം കുറെ കൂടി മെച്ചപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യ കുറെ കൂടി മെച്ചപ്പെട്ടാൽ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു വരാൻ കഴിയും. അതുകൊണ്ട് ആ നിലയിൽ നിങ്ങൾ കുറച്ചുകൂടി യുവ നേതാക്കന്മാരെന്ന നിലയിൽ ചിന്തിക്കണം എന്ന പുതിയ നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വദേശിവൽക്കരണം വിവിധ രാജ്യങ്ങളിൽ വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ രാജ്യത്തെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അടിസ്ഥാന വികസനത്തിൽ ലക്ഷ്യമാക്കി നമ്മുടെ നാടിനെ മാറ്റാൻ, വളരെ വേഗത്തിൽ നാടിനൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നാട് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം. 2, നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരണം. 3, മാധ്യമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവരും യോജിച്ച് ഒരുപോലെ വികസന പ്രവർത്തനത്തെ പിന്താങ്ങാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ നിർദ്ദേശമായി വെക്കാനുള്ളത്. നമ്മുടെ ഡിബേറ്റിൽ അടുത്തതായി സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ടി ജിസ്മോനാണ്. ജിസ്മോനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യൂത്ത് ഡിബേറ്റിൻ്റെ മോഡറേറ്റർ പ്രിയങ്കനായ സി അരുൺകുമാർ, അതുപോലെ തന്നെ ഈ യൂത്ത് ഡിബേറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഒരുപക്ഷെ മലയാളികളുടെ അഭിമാനം എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കനായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് ഈ യൂത്ത് ഡിബേറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രാഹുൽ ഈശ്വർ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മളോട് സംസാരിച്ച അഡ്വക്കേറ്റ് എസ് ശരത്ത്, DYFIയുടെ ജില്ലാ സെക്രട്ടറി പ്രിയ സുഹൃത്ത് ജെയിംസ് സാമുവൽ, AIVFൻ്റെ ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുവൻ, അനു ശിവൻ അടക്കമുള്ള വേദിയിലുള്ള പ്രിയങ്കരായ സുഹൃത്തുക്കൾ, ഈ യൂത്ത് ഡിബേറ്റ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളിന്നിവിടെ ഒരു യൂത്ത് ഡിബേറ്റായി സംഘടിപ്പിക്കുന്നത്. എനിക്ക് മുമ്പ് ഈ യൂത്ത് ഡിബേറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടും ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നിങ്ങളോട് നിരവധി പേർ സമ്മതിക്കുകയുണ്ടായി. പ്രധാനമായും യുവത, തൊഴിൽ, പ്രവാസം ഇന്ന് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയ, ഏറ്റവും അധികം പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ അനുബന്ധ പരിപാടികൾക്കിടയിൽ ഇങ്ങനൊരു ചർച്ച പുതിയ തലമുറയെ കോർത്തിണക്കിക്കൊണ്ട് സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമെല്ലാം നേതൃത്വം നൽകിയ ഒരു സംഘടന എന്ന നിലയിൽ, അതിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെ തീർച്ചയായും പുതിയ കാലഘട്ടങ്ങളിൽ നമ്മുടെ തൊഴിൽ മേഖലയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറയും എല്ലാം നേരിടുന്ന ഒട്ടനവധിയായ വിഷയങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യം പോലും നമ്മുടെ രാജ്യത്ത് ഉയർന്നു കേട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങൾ പോലും നമ്മുടെ രാജ്യം ദർശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നൊരു പക്ഷേ തൊഴിൽ വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ ആ തൊഴിൽ വാഗ്ദാനത്തിനനുസരിച്ചിട്ട് പുതിയ തലമുറക്ക് തൊഴിൽ നൽകുവാൻ കഴിയാത്ത ഭരണകൂടങ്ങൾക്കെതിരായി വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തും എല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമുക്കറിയാം, റെയിൽവേയിൽ ഒരുപക്ഷെ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് റെയിൽവേ ആയിരുന്നു. ആ റെയിൽവേയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ളതും വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ബീഹാറിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 35,000 പേരെ ഒരു അപേക്ഷ ക്ഷണിച്ചുകൊണ്ട്, അവരുടെ വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്തുകയുണ്ടായി. ആ എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏകദേശം 2.5 കോടിയോളം പേരാണ് ആ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സാമിൽ അവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. ആ എക്സാം ഒരുപക്ഷെ ഇത്രയധികം പേർ പങ്കെടുത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു വലിയ കലാപമായി, പരീക്ഷ സമയബന്ധിതമായി നടത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ അതൊരു വലിയ കലാപമായി രൂപപ്പെടുകയും നിരവധി ചെറുപ്പക്കാർ ഒരുപക്ഷെ ജയിലിൽ അടക്കപ്പെടേണ്ട രീതിയിലേക്ക് അവിടെ ആ സാഹചര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പം നമ്മുടെ രാജ്യത്തെ തന്നെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടും
അതുപോലെ തന്നെ യുവതയുടെ പ്രവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരണം എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ രാഹുലും ജെയിംസും എല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ 2008 കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രവാസികൾ എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതെല്ലാം കേരളത്തിൽ നിന്ന് മാത്രം പോയിരുന്നവർ ഏകദേശം ഒരു 14 ലക്ഷത്തോളം പേരായിരുന്നു. എന്നാൽ 2008 ശേഷം അതിലൊരു വലിയ വർധനവുണ്ടായി. 2018 എത്തുമ്പോൾ ഏകദേശം അതിൽ 22 ലക്ഷത്തോളമായി അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ 2023 അത് കുറഞ്ഞ് ഏകദേശം 1,49,000 പേർ കുറഞ്ഞ് പിന്നീട് അത് 2.5 ലക്ഷത്തോളം പേരായി. 2024 വരുമ്പോൾ 2.5 ലക്ഷത്തോളം പേർ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലടക്കമുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം, തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള പല കാരണങ്ങൾ, കോവിഡിന് ശേഷം ഒരുപക്ഷെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പല കമ്പനികളും ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ അടച്ചുപൂട്ടൽ ഭീഷണികളും അടച്ചുപൂട്ടലും എല്ലാം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതെല്ലാം യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകൾ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം. അതിനകത്ത് ഒരുപക്ഷെ നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ നമ്മുടെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ഇപ്പൊ 2018 1,23,000 വിദ്യാർത്ഥികൾ ഈ കേരളത്തിൽ നിന്ന് മാത്രം ഒരുപക്ഷെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് വർദ്ധിച്ച് 2023-24 വരുമ്പോൾ 2.5 ലക്ഷം മുതൽ 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വരെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, സ്ത്രീ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഒരുപക്ഷെ വിമൺ മൈഗ്രേഷൻ, സ്ത്രീകൾ ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുന്നതിൽ ഗണ്യമായ ഒരു വർധനവ് ഉണ്ടായി എന്നുള്ളതാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഗണ്യമായ ഒരു വർധനവ് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് സ്ത്രീകൾ നേരത്തെ ഒരുപക്ഷെ പ്രവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നതിന്റെ എണ്ണം 2008 വളരെ കുറവായിരുന്നുവെങ്കിൽ 2018 ശേഷം അതിനകത്ത് വലിയ വർധന ഉണ്ടായി എന്നുള്ളത്. കാരണം സ്ത്രീകൾ ഒരുപക്ഷെ ആ സ്വയം പര്യാപ്തമായ ഒരു തൊഴിൽ മേഖലയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ അടക്കം പോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് അവർ പ്രാപ്തരാകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ PSCയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ തൊഴിൽ സാധ്യതകൾ നമുക്ക് പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കേരളത്തിൽ ഈ സമീപകാലങ്ങളിൽ മാത്രം പരിശോധിച്ചാൽ ഏകദേശം ഒരു 3 ലക്ഷത്തോളം പേർക്ക് PSC വഴി നിയമനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുമെങ്കിൽ കൂടിയും അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് പേരാണ് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഈ തൊഴിലന്വേഷകരായി ഒരുപക്ഷെ നമുക്ക് ചുറ്റിനുമുള്ളത് എന്നുള്ളത്. ഒരുപക്ഷെ രാജ്യത്തെ ആകെയുള്ള PSCകളുടെ UPSCയുടെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു കണക്കാണ്, അല്ലെങ്കിൽ ഒരു തൊഴിൽ നിയമനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ പോലും രാജ്യത്താകെയുള്ള കണക്കുകൾ, ഇപ്പോൾ രാജ്യത്ത് നമ്മൾ 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു തൊഴിലില്ലായ്മയിലേക്ക് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് CMAയുടെ കണക്കുകൾ അടക്കം ഉദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമായൊരു ചർച്ച പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കാനായി തീരുമാനിച്ചത്. ഇനി ഇവിടെ പങ്കെടുത്തിരിക്കുന്നവർക്ക് ഈ പാനലിസ്റ്റുകളുമായി നിങ്ങൾക്കുള്ള സംശയങ്ങളും അത്തരം കാര്യങ്ങളുമെല്ലാം സംവദിക്കുന്നതോടുകൂടി നമുക്ക് ചർച്ച ഏകദേശം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.